18ാം പടിക്ക് വീതി കൂട്ടിയാൽ നിലവിലെ തിരക്ക് പരിഹരിക്കാൻ കഴിയുമെന്ന് കാലാകാലങ്ങളായി ഒരു വിഭാഗം ഹൈന്ദവർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ യുക്തിയാണ് പ്രശ്നം. ശബരിമലയിൽ എത്ര തിരക്കുണ്ടായാലും 18ാം പടിക്ക് താഴെ നിന്ന് നിശ്ചിത കണക്കിൽ മാത്രമേ ഭക്തന്മാരെ കയറ്റിവിടാൻ കഴിയൂ എന്നതാണ് വാസ്തവം. ഒരു മിനിറ്റിൽ 72 മുതൽ 90 പേരെയാണ് പരമാവധി പോലീസിന്റെ സഹായത്തോടെ 18ാം പടി കയറ്റിവിടുന്നത്. അതും പരമാവധി പരിശ്രമിച്ച് ചെയ്യുന്നത് കൊണ്ട് മാത്രം. ഈ കണക്ക് നോക്കിയാൽ ഒരു ദിവസം 70,000-നും 1,00,000-നും ഇടയ്ക്ക് ഭക്തർക്ക് ദർശനം നടത്താം. ഇനി 18ാം പടിയുടെ വീതി കൂട്ടിയാലോ? ഒരു മിനിറ്റിൽ അത് ഒരു 120 മുതൽ 150 പേരെ കയറ്റിവിടാൻ കഴിയുന്ന സംവിധാനമാക്കി എന്ന് കരുതുക. 18ാം പടി കയറ്റിവിട്ടിട്ട് ഇവരെ എവിടെ നിർത്തും? ദർശനത്തിനായി നിൽക്കുന്ന ശ്രീകോവിലിന് സമീപത്തെ വരികളെ 3 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നിലവിൽ ഈ 3 വരികളും തിങ്ങി നിറഞ്ഞതാണ് അയ്യപ്പന്മാർ ദർശനം നടത്തുന്നത്. 10-40 പേരെ കൂടി കൂടുതൽ കയറ്റിയാൽ അവരെ വരിയിൽ നിർത്താൻ പോലും സ്ഥലമുണ്ടാകില്ല എന്ന് ആരും ചിന്തിക്കുന്നത് പോലുമില്ല. നിലവിൽ ഉള്ളതിനേക്കാളും വലിയ തിരക്കായി അത് മാറും. വരി 4 ആയിട്ടോ 5 ആയിട്ടോ 6 ആയിട്ടോ വർദ്ധിപ്പിക്കുക എന്നതാണ് ഒരു മാർഗം. പക്ഷേ അതിനുള്ള സ്ഥലം, സൗകര്യം ഒന്നും ഇനി സന്നിധാനത്തിലില്ല. മാത്രമല്ല, മനുഷ്യരെ വഹിക്കാൻ ഒരു സ്ഥലത്തിന് പറ്റുന്ന പരമാവധി ശേഷിയുണ്ടല്ലോ. ശബരിമല ഒരു കാനന ക്ഷേത്രമായതുകൊണ്ട് വനം ക്ലിയർ ചെയ്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ അധികം നടത്താൻ കഴിയുകയുമില്ല. മറ്റൊന്ന്, തിരക്ക് നിയന്ത്രിക്കാൻ വർഷത്തിൽ എല്ലാ ദിവസവും നട തുറക്കുക എന്നതാണ്. ബാഹ്യ ഇടപെടൽ ഒന്നുമില്ലാതിരിക്കാൻ മലമുകളിൽ പോയി യോഗാവസ്ഥയിലിരിക്കുന്ന മൂർത്തിയെ ഇപ്പോൾ തന്നെ വിഷു, ഓണം മാസത്തിലെ 5 ദിവസം എന്നൊക്കെ പറഞ്ഞ് തന്ത്രിയും മന്ത്രിയും കൂടി ഇടയ്ക്കിടയ്ക്ക് യോഗാവസ്ഥയിൽ നിന്ന് ഉണർത്തുന്നുണ്ട്. സീസൺ സമയത്ത് അധിക സമയം നടയും തുറന്നിരിക്കും. ഇനി എല്ലാ ദിവസവും നടയും കൂടി തുറന്നു വെച്ച് ആ ക്ഷേത്രത്തിനെ എല്ലാവർക്കും കൂടി ഒരു വഴിക്കാക്കണമായിരിക്കും. പണ്ട് ഹരിവരാസനം പദ്ധതിയുടെ ഭാഗമായി സന്നിധാനത്തെ 4 വശത്തും 18ാം പടി വേണമെന്ന് ഒരു ആശയമുണ്ടായിരുന്നു. അങ്ങനെ സംഭവിച്ചാൽ പോലും ദർശനത്തിനായി ശ്രീകോവിലിൽ നിൽക്കുന്ന സ്ഥലത്ത് അയ്യപ്പന്മാരുടെ എണ്ണം വർദ്ധിച്ച് കാര്യങ്ങൾ കൂടുതൽ വഷളാകും എന്നല്ലാതെ ഒന്നും സംഭവിക്കുകയില്ല. ആകെയുള്ള ഒരു പരിഹാരമായി തോന്നിയിട്ടുള്ളത് വിർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് ദിവസം 1,00,000 അയ്യപ്പന്മാരെ മാത്രം ദർശനത്തിനായി നിയന്ത്രിച്ച് അനുവദിക്കുക എന്നതാണ്. ഇന്ന് ഭക്തന്മാർ, ബോർഡ്, സർക്കാർ എന്ന് തുടങ്ങി സകലരും ഒരുപോലെ സഹകരിച്ചാൽ മാത്രമേ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയൂ. അല്ലാതെ 18ാം പടി വീതി കൂട്ടി പ്രശ്നം പരിഹരിക്കാൻ നിൽക്കുന്നത് വീട്ടിൽ കൂടുതൽ വെള്ളം കിട്ടാൻ ചാല് വെട്ടി പുഴയെ വരുത്തി വെക്കുന്നത് പോലെയായിരിക്കും.